ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഭയപ്പെടേണ്ട എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം കുറേ നാളുകളായി ചിന്തിച്ചു വരുന്നത്. ഭയപ്പെടേണ്ട. പലതരത്തിലുള്ള ഭയപ്പാടുകളിലാണ് നാം ഓരോരുത്തരും. പലതരത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ ഭയപ്പാടുകൾ? ജീവിതത്തെ നോക്കുമ്പോൾ മുഴുവൻ ആങ്സൈറ്റീസ്, മുഴുവൻ നമുക്ക് ഉത്കണ്ഠാകുലമായ അനുഭവങ്ങളാണ്, ആശങ്കകളാണ്, ഭയപ്പാടുകളാണ്. ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, ആശങ്കകളും ഭയപ്പാടുകളും. നാളെ എന്ത് എന്നുള്ള ആവലാതി, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആവലാതി, ഒരു കരയേറ്റം കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടം, ഒന്നിലൊരു തൃപ്തി വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടം, ഒരു നല്ല കാലം ഇല്ലേ എന്നുള്ള വേവലാതി, ഒരു നല്ല കാലം ഉണ്ടാവില്ലേ, ഒരു ശുഭകാലം കിട്ടുകയില്ലേ, മനസ്സ് പതറിയാണ് അനേകര്. എന്നാൽ വേദപുസ്തകം പറയുന്നു ഭയപ്പെടേണ്ട എന്ന്. നാം ആ വിഷയമാണ് ചിന്തിച്ചു വരുന്നത്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, അധൈര്യപ്പെടരുത്, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം നമുക്കത് പറഞ്ഞു തരികയാണ്. എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്? ഭയത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് ജനത്തെ മൂടിയിരിക്കുന്നു. ഭയത്തിൻ്റെ ഒരു ആത്മാവ്. നാളെയെക്കുറിച്ചുള്ളതായ ആങ്സൈറ്റീസ്, നാളെയെക്കുറിച്ചുള്ളതായ ഭയപ്പാടുകൾ. നാളെ എന്ത്, എങ്ങനെ ജീവിക്കും, അഡ്മിഷൻ കിട്ടുമോ, പരീക്ഷ പാസ്സാകുമോ, ഒരു ജോലി കിട്ടുമോ, പലയിടത്ത് നോക്കിയിട്ട് കിട്ടിയില്ല, ഒരു തൊഴിൽ കിട്ടുമോ, എൻ്റെ ദൈവമേ, പലതരം പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നല്ലോ, എങ്ങനെ അതിനൊക്കെ നേരിടും? ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണല്ലോ ചില പ്രശ്നങ്ങൾ വരുന്നു ചെയ്യുന്നത്, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? ഭയപ്പാടുകൾ. കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാം. ന്യായാധിപന്മാർ 6-ാം അധ്യായം 23-ാം വാക്യം. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. പേടിച്ച് നിൽക്കുന്നവനാണ് ഗിദെയോൻ. പേടിച്ച് ആ മുന്തിരിച്ചക്കനരികെ വെച്ച് കോതമ്പേറ്റം വിൽച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം പറയുന്നു നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട. എന്തൊരു ആശ്വാസമാണത്! ദൈവത്തിൻ്റെ ശബ്ദം ആശ്വാസം തരുന്ന ശബ്ദമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തി പകരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദത്തമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ കൃപയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ പാപമോചനമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ പാപക്ഷമയുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തകരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ചൂട് പിടിക്കും. യേശുക്രിസ്തു സംസാരിച്ചാൽ ഉള്ളം ചൂട് പിടിക്കും. അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹൃദയം കത്തും. എന്നെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ധ്യാനത്തിൽ തീ കത്തും, ഹൃദയത്തിൽ തീ കത്തും. എന്നെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 33-ാം സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞായിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. മിണ്ടാതിരിക്കുക, മനസ്സ് ഇത്തിരി ചൂട് പിടിച്ചിരിക്കുക, വിഷമിച്ചിരിക്കുക. വായിച്ച് 39-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ധ്യാനത്തിങ്കൽ തീ കത്തിയപ്പോഴാണ് നാവെടുത്ത് സംസാരിക്കുന്നത്. വെറുതെ സംസാരിക്കില്ല. ഉള്ളിൽ തീ കത്തുമ്പോഴാണ് നാവെടുത്ത് സംസാരിക്കുന്നത്. ഉള്ളിൽ തീ കത്തി വേണം സംസാരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നാം സംസാരിക്കുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തീ കത്തി സംസാരിച്ചാൽ ആ ആൾക്ക് പ്രയോജനം ചെയ്യും, നമുക്കും പ്രയോജനം ചെയ്യും. വീൺവാക്കുകൾ പറഞ്ഞാലോ നമുക്കും ദോഷം, കേൾക്കുന്നയാൾക്കും ദോഷം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പൗലോസ് പറയുകയാണ് എഫെസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ശലോമോൻ രാജാവിന് സദൃശവാക്യങ്ങൾ പറയും. ജ്ഞാനികൾ ശലോമോൻ പറയും, മൃദുവായ ഉത്തരം
ക്രോധത്തെ ശമിപ്പിക്കുന്നു. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ തീ കത്തിക്കും. ഹൃദയത്തിൽ തീ കത്തുമ്പോൾ നമ്മിൽ നിന്ന് മാർദ്ദവമുള്ള വാക്കുകൾ പുറത്തു വരും. നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് ആത്മീയ വർധന ലഭിക്കുന്ന വാക്കുകൾ പുറത്തു വരും. മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്ന വാക്കുകൾ പുറത്തു വരും. നമ്മുടെ ഉള്ളിൽ തീ കത്തണം. ഗിദെയോൻ്റെ ഉള്ളിൽ തീ കത്തി. എന്താണ് കാരണം? ദൈവം പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അത് ചെറിയ കാര്യമാണോ? നിങ്ങൾ കേൾക്കുമ്പോൾ കഥ കേൾക്കുന്ന പോലെ കേൾക്കരുത്. ചിന്തിക്കണം, എങ്ങനെയായിരിക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടത്? ദൈവം ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നിൽക്കുകയാണോ? അതാണോ? എങ്ങനെയായിരിക്കും പ്രത്യക്ഷപ്പെട്ടത്? ചിന്തിക്കണം, എങ്ങനെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്? ഇവിടെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുന്നു. യാക്കോബിന് ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ഗിദെയോൻ ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ദൈവം പ്രത്യക്ഷനായി ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അശരീരി ഒരു ആളെ കാണാതെ ഒരു ശബ്ദം കേൾക്കുകയാണോ? ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം. യഹോവയെ കാണാൻ മോശെ ആഗ്രഹിച്ചു. ദൈവം തമ്പുരാനെ കാണണമെന്ന് മോശെ ആഗ്രഹിച്ചു. മോശെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടല്ലോ, നിന്നെ ഒന്ന് കാണണമെന്നുണ്ടല്ലോ. മോശയ്ക്ക് അനുഭവമുണ്ട്. അങ്ങ് സീനായി മലയുടെ മുകളിൽ ചെന്ന് പർവ്വതം കാളി കത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടത് അനുഭവമുണ്ട്. അവിടെ ദൈവത്തെ കണ്ടില്ല, പക്ഷെ ദൈവശബ്ദം കേട്ടു. ആ അനുഭവമുണ്ട്. അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. 40 ദിവസം 40 പകലും 40 രാവും അവിടെ ആഹാരം ഒന്നും കഴിക്കാതെ പൂർണ്ണ ഉപവാസത്തോടുകൂടി ദൈവസേന ഇരുന്നപ്പോൾ എല്ലാം മറന്ന്, താഴ്വരയിലെ ക്ലേശങ്ങളും മറന്ന്, താഴ്വരയിലെ ജനങ്ങളെയും മറന്ന്, താഴ്വരയിലെ സമൂഹത്തെയും മറന്ന്, എല്ലാം മറന്ന് ഒറ്റയ്ക്ക് ദൈവസേന ഇരുന്നപ്പോൾ ഒരു പ്രത്യേക ആത്മീയ അനുഭൂതിയുടെ മധുരപരമായ അനുഭവങ്ങളായിരുന്നു. എന്നാൽ മോശ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ദൈവം പറഞ്ഞു, മോനെ, അത് സാധ്യമല്ല. എന്നെ കണ്ടാൽ പിന്നെ നീ ജീവനോടിരിക്കില്ല. എന്നെ കണ്ടിട്ട് നീ ഭൂമിയിൽ ജീവനോടിരിക്കില്ല. പിന്നെ വേണമെങ്കിൽ നിനക്ക് ഞാൻ എന്നെ കാണിച്ചു തരാം. നീ ആ പാറയുടെ മറവിൽ നിൽക്ക്, പാറയുടെ മറവിൽ നിൽക്ക്. ഞാൻ ഘോഷത്തോടെ കടന്നു പോകും. ഞാൻ ഇപ്പുറത്തുകൂടെ ഘോഷത്തോടെ കടന്നു പോകും. മഹാഘോഷത്തോടെ കടന്നു പോകുമ്പോൾ നിനക്കെന്നെ കാണാൻ പറ്റില്ല, പക്ഷേ നിനക്കെൻ്റെ തേജസ് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, മഹാഘോഷം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. മോശ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോഴുണ്ട് ദൈവം മഹാഘോഷത്തോടെ കടന്നുപോയി, ആരവാരത്തോടെ കടന്നുപോയി. ദൈവത്തിൻ്റെ വചനമാണത്, ദൈവത്തിൻ്റെ ശബ്ദമാണത്. ഈ വചനം അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വചനമാണ്. നേരിട്ടുള്ള വചനം കേട്ടപ്പോൾ മോശയുടെ ത്വക്കങ്ങ് പ്രകാശിച്ചു, ശരീരത്തൊലിയൊക്കെ പ്രകാശിക്കുക. മോശ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആളുകൾ ഓട്ടം പിടിച്ചു. അടുക്കാൻ വയ്യ, മോശയുടെ അടുക്കലേക്ക് അടുക്കാൻ വരില്ല. കാരണം മോശയുടെ ശരീരം പ്രകാശിക്കുക, ഈ ത്വക്കെല്ലാം അങ്ങ് ജ്വലിക്കുക, കത്തി ജ്വലിക്കുക. മോശ അറിയുന്നില്ല, പക്ഷെ ജനത്തിന് മനസ്സിലായി ത്വക്ക് പ്രകാശിക്കുന്നു. ജനം പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യാമോ? ഒരു മൂടുപടം ഇട്ടുകൊണ്ട് നിൽക്കാമോ? ഒരു മൂടുപടം അത് ഇട്ടുകൊണ്ട് നിന്നാൽ അല്ലാതെ ഞങ്ങൾക്ക് അടുക്കൽ വരാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല. മോശ പിന്നെ ജനത്തോട് സംസാരിക്കുന്നത് മൂടുപടം ഇട്ടുകൊണ്ടാണ്. മൂടുപടം ഇട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്ന് പറയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ അറിയുന്നുണ്ടോ, ഓരോ പ്രാവശ്യവും നിങ്ങൾ ജീവൻ്റെ വചനം കേട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ വചനം കേട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ചൂടുപിടിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശം പരത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ഒരു നാൾ അക്കരയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ അന്ന് ഇതെല്ലാം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാം മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എനിക്കും പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലല്ലോ, ഒന്നും മനസ്സിലായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും. പക്ഷേ എനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഒരു നാൾ ഞാൻ അക്കരെ ചെല്ലുമ്പോൾ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. എല്ലാം നേരിട്ട് വ്യക്തമായി കാണും. ഒരു ദിവസം കടന്നു ചെല്ലുമ്പോൾ, അതൊരു ദിവസം ഉണ്ടങ്ങനെ. ഒരിക്കൽ കടന്നു ചെല്ലും,
ഇവിടെയുള്ളതെല്ലാം തീരും. ഞാൻ പറയാറില്ലേ, എല്ലാം തീരും. ഈ ശരീരം നിർജീവമായി കിടക്കും. കൈകൾ ചലിക്കുകയില്ല, അനങ്ങുകയില്ല. നാവ് ശബ്ദിക്കുകയില്ല, നിശബ്ദമായിരിക്കും. കണ്ണ് തുറക്കുകയില്ല, കണ്ണടഞ്ഞിരിക്കും. ശ്വാസോച്ഛ്വാസമില്ല, ഹൃദയമിടിപ്പില്ല. എല്ലാം നിശ്ചലം, എല്ലാം നിശബ്ദം. പഠിച്ചു വെച്ചതൊക്കെ അതെല്ലാം നിഷ്ഫലം. എല്ലാ തലച്ചോറെല്ലാം നിർജീവമായി. പഠിച്ചു വെച്ചതോ പറഞ്ഞു വെച്ചതോ ഇതുവരെ പഠിച്ച എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഒക്കെ എല്ലാം മറവിയിലേക്ക് പോയി. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അക്കരയ്ക്ക് പോയി കഴിഞ്ഞു. ഈ ആളത്വം എന്നേക്കുമായി ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുഖാമുഖം കാണും. അന്ന് കാര്യങ്ങൾ നേരിട്ടറിയും. ഇന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അന്ന് നിങ്ങൾ മനസ്സിലാക്കും, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, ഉടയമ്പുരാനാണല്ലോ വന്നത്, യേശുക്രിസ്തു ആണല്ലോ സംസാരിച്ചത്, യേശുക്രിസ്തു ആണല്ലോ വന്ന് സംസാരിച്ചത്, യേശുക്രിസ്തുവിൻ്റെ വചനമാണല്ലോ ഞാൻ കേട്ടത്, യേശുക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ സ്പർശനമാണല്ലോ എനിക്ക് ഏറ്റത്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കുന്ന ദൈവദാസനെയും മാറ്റി നിർത്തിക്കൊണ്ട്, പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷയും ദൈവങ്ങളെയും മാറ്റി നിർത്തിയിട്ട് യേശു തന്നെ നേരിട്ട് വന്ന് ശുശ്രൂഷ ചെയ്യുകയായിരുന്നല്ലോ എന്നന്ന് മനസ്സിലാകും. അന്ന് നിങ്ങൾ അമ്പരക്കയ്യോ നല്ല കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി തിരിച്ചു കിട്ടുമോ? ഇല്ല, തീർന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പ്രതിഷ്ഠത. ഗിദെയോന് ദൈവം പ്രത്യക്ഷനായി. ദൈവം ഗിദെയോനെ പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടിയുണ്ട് എന്ന് പറഞ്ഞു. ഗിദെയോൻ്റെ സംശയ ന്യായമാണ്. ഗിദെയോൻ പറഞ്ഞു, അങ്ങനെ യഹോവ കൂടെയുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടൊക്കെ എന്താ വരുന്നത്? ദൈവം കൂടെയുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി വന്നിങ്ങനെ ഞെരിക്കുന്നത് ശരിയാണോ? നമ്മൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ അധ്വാനിച്ച് കൃഷി ചെയ്ത് ഞങ്ങൾ ഗോതമ്പുണ്ടാക്കും, അവർ എല്ലാം മെതിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവരെല്ലാം കറ്റ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരെല്ലാം മെതിച്ചമ്മ ഗോതമ്പ് കൊണ്ടുപോകും. ഞങ്ങളെ അവർ കവർ ചെയ്യും, ഞങ്ങളുടെ ആടുപാടുകൾ പിടിച്ചുകൊണ്ട് പോകും, ഞങ്ങളുടെ സ്ത്രീകളെല്ലാം അവർ കൊണ്ടുപോകും, തോന്നിയോണം അവർ കൊണ്ടുപോകും. എന്തൊരു കഷ്ടമാണ് ഞങ്ങൾ സഹിക്കുന്നത്. ഞങ്ങൾ എന്ത് യാതനയാണ് ഇപ്പോൾ സഹിക്കുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമോ? സ്നേഹിതരെ, ഈ പരിഭവം നമ്മിൽ പലർക്കും ഉണ്ട്. കർത്താവ് കൂടെ ഇല്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? ദൈവം ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ കൂടെ കർത്താവില്ല, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. സ്നേഹിത, നീ വിശ്വസിക്കൂ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം നീ ഒരു കാര്യം മാത്രം ചെയ്യൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതാത് സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ അകൃത്യങ്ങൾ ഞാനിതാ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു, എൻ്റെ പാവങ്ങളിതാ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിക്കളയുന്നു, എൻ്റെ അകൃത്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ വ്യാജ സ്വഭാവം ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ സ്വാർത്ഥത ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവേ, എൻ്റെ അഹങ്കാര മനസ്സ് ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദ്രവ്യാഗ്രഹം ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ നാഥ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അസൂയയും പകയും വിദ്വേഷവും ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ കർത്താവേ, വൈരാഗ്യവും സ്പർദ്ധയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ മാറ്റിക്കളയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ മുഖപക്ഷവും മുഖസ്തുതിയും ഞാൻ ഉപേക്ഷിക്കുന്നു, കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ളതായ എല്ലാ തിന്മകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. നാഥ, ഇന്ന് എൻ്റെ മദ്യപാനത്തോട് ഞാനിതാ യാത്ര പറയുന്നു, എൻ്റെ ദുശ്ശീലങ്ങളോട് യാത്ര പറയുന്നു, കഞ്ചാവും മയക്കുമരുന്നും എൻ്റെ ജീവിതത്തിലെ ഡ്രഗ്സും എല്ലാം വേണ്ട എന്ന് വയ്ക്കുന്നു. കർത്താവേ, അശുദ്ധ ചിത്രങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, അശുദ്ധമായ പടങ്ങൾ എനിക്ക് കാണണ്ട, എനിക്ക് വേണ്ട, ഞാൻ തീരുമാനിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം, സകല വെറുക്കൂത്തുകളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, നിൻ്റെ ഒരു വിശുദ്ധനായി നിൻ്റെ ശുദ്ധിമതിയായി ജീവിപ്പാൻ ഞാനിതാ തീരുമാനിക്കുന്നു. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് നീ സാധിപ്പിച്ചു തരണം. കർത്താവേ, ശത്രുഭീതിയിലാണ് ഞാൻ കഴിയുന്നത്, ശത്രുവിൻ്റെ ഞെരുക്കത്തിലാണ് ഞാൻ കഴിയുന്നത്, മിഥ്യാന്യർ ഞങ്ങളെ ഞെരുക്കുന്നു. എൻ്റെ കർത്താവേ, ശത്രുഭീതിയിൽ കഴിയുന്ന എനിക്ക് ശത്രുവിൻ്റെ ഭീതി ഒന്ന് ഒഴിവാക്കി തരണം. കർത്താവേ, നീ എന്നെ സഹായിക്കണം. നാളെയിലേക്ക് നോക്കുമ്പോൾ വെമ്പലോടും വേവലാതിയോടും കൂടി നോക്കുന്ന എനിക്കൊരു സമാധാനം തരണം, എൻ്റെ കുടുംബത്തിൽ സ്വൈര്യം തരണം. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായി, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമായി ഒരുമിച്ച് സ്വൈര്യമായി ജീവിക്കുന്ന ഒരു സൗഭാഗ്യം എനിക്ക് തരണം. എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ ബഹുമാനിച്ചും അവരെ ആദരിച്ചും അവരെ അനുസരിച്ചും എൻ്റെ കർത്താവേ, അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം എനിക്ക് നയിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. ഈ സമയം കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എല്ലാ പാപങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നെ നീ രക്ഷിക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം സ്വർഗത്തിലെ അപ്പൻ്റെ മക്കളാണെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ്റെ ഛായ വരും. സ്വർഗത്തിലെ അപ്പൻ്റെ ഛായ എന്താണ്? വിശുദ്ധി, സ്നേഹം, കരുണ.
അപ്പൻ്റെ ഛായ ഉണ്ടാകും. അപ്പൻ്റെ മകനും മകളുമായി തീരാൻ എന്ത് ചെയ്യണം? അപ്പൻ്റെ മകനും മകളുമായി തീരാൻ ഒരു ഒറ്റയ്ക്കൊരു കാര്യമേ ഉള്ളൂ. യോഹന്നാൻ 1:12. മകനും മകളുമായി തീരാൻ ഒരു വ്യവസ്ഥയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ 10 പൈസ മുടക്കണ്ട, നിങ്ങൾ എങ്ങും പോകണ്ട. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീടിൻ്റെ മൂലക്കിലിരുന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കൂട്ടായ്മയിലും പോകണ്ട. നീ പറഞ്ഞു പോകണ്ടെന്നല്ല, കൂട്ടായ്മ പോകുന്ന ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ കൂട്ടായ്മയിലും പോകണ്ട. നിങ്ങളുടെ വീട്ടിലൊരിടത്ത് ഒരു മൂലക്കിലിരുന്നു കൊണ്ട് നിങ്ങൾ അപ്പൻ്റെ മകനാകാം, നിങ്ങൾക്ക് മകളാകാം. അതിൻ്റെ വ്യവസ്ഥ എന്താണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നാം ദൈവത്തിൻ്റെ മകനായി തീർന്നാൽ, മകളായി തീർന്നാൽ, മക്കൾക്ക് അപ്പനോട് ചോദിക്കാം, അപ്പനോട് ചോദിച്ചു വാങ്ങാം. ജോലിയില്ലാത്തവർക്ക് ജോലി ചോദിച്ചു വാങ്ങാം. സ്വഭാവം മാറേണ്ടവർക്ക് സ്വഭാവം മാറ്റം ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. വീടില്ലാത്തവർക്ക് വീട് ചോദിച്ചു വാങ്ങാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഒരു ഇഞ്ച് ഭൂമിയില്ലാത്തവർക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. എല്ലാം തരാൻ സമ്പന്നനാണ് ദൈവം. ഫിലിപ്പിയ ലേഖനം അവസാന വാക്യം എന്ന് പറയുന്നറിയോ? ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, എന്താണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. പൈസയ്ക്ക് ഞെരുങ്ങുന്നവരുണ്ട്, കടത്തിൽ വലയുന്നവരുണ്ട്, ജപ്തി നോട്ടീസ് ആയവരുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വലയുന്നവരുണ്ട്. എൻ്റെ കർത്താവേ, എങ്ങനെ എൻ്റെ ജീവിതം തകർന്നല്ലോ, സമാധാനം തരണമെന്ന് യാചിക്കുന്നവരുണ്ട്. നിങ്ങൾ കേൾക്കൂ, യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ടുവരിക. അപ്പൻ്റെ മകനായിത്തീരുന്നു, പാപം മാറ്റുന്നു. അപ്പൻ്റെ മകനും മകളുമായി തീരുന്നു, അപ്പനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഗിദെയോൻ്റെ അടുക്കിലേക്ക് ദൈവം ഇങ്ങോട്ട് കയറി വന്ന് പ്രത്യക്ഷപ്പെട്ടു, ദൈവത്തിന് വചനം കൊടുത്തു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭയം മാറിപ്പോകും ദൈവം കൂടെ ഉണ്ടായാൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അത് അഭിമാനമായിട്ട് പറയുകയല്ല, ഒരു വലിയ സത്യം. യേശുക്രിസ്തു അകത്തുന്നപ്പോൾ ഭയം പോകുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട്. യേശുക്രിസ്തു അകത്തുന്നാൽ ഭയം പോകും. ഒന്നിനും പേടിയില്ല, എവിടെ പോകാനും പേടിയില്ല. ചിലർ പറയും, അയ്യോ അങ്ങോട്ട് പോയില്ലേ, അതിലെ പോയില്ലേ, അവിടെ സർപ്പക്കാവാണ്, വെട്ടിക്കുടിക്കും, യക്ഷി വരും എന്നൊക്കെ പറയും. ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. വെറുതെ എല്ലാം മിഥ്യ. ഏത് സർപ്പക്കാവാണെങ്കിലും പോയി, ഏത് യക്ഷിയാണെങ്കിലും ശരി, എവിടെയും പോകാൻ ധൈര്യമാണ്. എന്തുകൊണ്ട് ധൈര്യം? അത്യുന്നതൻ കൂടെ ഉണ്ട് എന്നുള്ളതായ ധൈര്യം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഗിദെയോൻ ചോദിച്ചു, ദൈവം കൂടെയുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ കഷ്ടപ്പാട് വരുമോ? എന്തായി പറയുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ മിദ്യാൻ്റെ വന്ന് നിങ്ങൾ ഞെരുക്കുമോ? ദൈവത്തിന് സ്തോത്രം. അത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഈ യഹോവയുടെ ദൂതൻ മറുപടി പറയുകയാണ്, വായിച്ചേ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഒരു വലിയ വാഗ്ദത്തം നൽകുകയാണ്. യഹോവ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യഹോവ കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ ആവശ്യബോധം അവൻ പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, എന്താ പറയുന്നത്? നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ നീ രക്ഷിക്കും. വലിയ വാഗ്ദത്തം കൊടുക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാധിക്കാവുന്ന സാധ്യതകളെക്കുറിച്ചുള്ള നിൻ്റെ ബോധ്യം നിനക്ക് ബലമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകൾ, സംഭവിക്കാനുള്ളതായ സംഭവ്യതകൾ, അത് നിനക്ക് മനസ്സിലായി. നല്ലത്, നിനക്ക് വിശ്വാസമുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ടെന്ന് നിനക്കൊരു ബോധ്യമുണ്ട്. അങ്ങനെ നല്ലത്, ഈ ബലത്തോടെ നീ പോക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് കിട്ടിയാൽ ഞാൻ ധീരനാകും, ഞാൻ ഭയമില്ലാത്തവനാകും, ഞാൻ പേടിയില്ലാത്തവനാകും. കർത്താവേ, യേശു എന്നോടുകൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടിയാൽ എൻ്റെ ഭയം മാറും, ഞാൻ ഭയമില്ലാത്തവനായി തീരും. കർത്താവേ, എൻ്റെ പേടി മാറും. കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ള ഒരു ഉറപ്പെനിക്ക് തരണമേ. അതിനായി എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിന്, നിത്യപരിശുദ്ധനായ യേശുവിന് വസിക്കാൻ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടമില്ല. കർത്താവിന് ഞാനിതാ വഴിയൊരുക്കുന്നു, യേശുവിന് ഞാനിതാ പാതയൊരുക്കുന്നു. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിന് കടന്നു വരാൻ
ഞാനിതാ വഴി ഒരുക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലുള്ളതായ കല്ലും മുള്ളും ഞാൻ പെറുക്കിക്കളയുകയാണ്. ചില മുള്ളിൻ്റെ പ്രകൃതി എനിക്കുണ്ട്, ചിലരെ മുറിവേൽപ്പിക്കുന്ന പ്രകൃതി എനിക്കുണ്ട്, ചിലരെ വേദനിപ്പിക്കുന്ന പ്രകൃതി എനിക്കുണ്ട്, ചില സംശയ വിചാരങ്ങൾ എനിക്കുണ്ട്, ചില അവിശ്വാസ ചിന്തകൾ എനിക്കുണ്ട്. കർത്താവേ, ചില ദുഷ്ടചിന്തകൾ എനിക്ക് ഹൃദയത്തിൽ വരുന്നുണ്ട്, ചില ദുര്യാഗ്രഹ ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, ചില വ്യാജങ്ങളോ ഭോഷ്കുകളോ എൻ്റെ കർത്താവേ മോഷണമോ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം മുള്ളുകളാണ്. യേശുവിന് വഴിയൊരുക്കണമെങ്കിൽ ഇതെല്ലാം മാറണം. എൻ്റെ ഹൃദയത്തിൽ നിന്നെല്ലാം മാറ്റുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. നാഥാ, നീ എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എഴുന്നള്ളി വരുമ്പോൾ, നീ ചുവട് വെച്ച് എഴുന്നള്ളി വരുമ്പോൾ നിൻ്റെ പാദം മുറിഞ്ഞ ആ മുറിപ്പാടുകളിൽ നിന്ന് രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിൻ്റെ കാലിലുള്ളതായ ആ മുറിവുകളിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ രക്തം പുരളണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ നീ കഴുകണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നാഥാ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഒരു പുതിയ ജീവിതം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഭയപ്പാടിനോട് യാത്ര പറയാം, പാപങ്ങളോട് യാത്ര പറയാം, ദുഷ്ടപിശാചിനോട് യാത്ര പറയാം, സമാധാനത്തിൻ്റെ ദൈവത്തെ സ്വീകരിക്കാം, യേശുവിനോട് നടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നിന്റെ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ ജനത്തിന് മേൽ നിന്റെ കൃപ വർഷിക്കണമേ. കർത്താവേ, നിന്റെ ജനത്തിൻ്റെ എല്ലാ ഭീതിയും ഭയപ്പാടുകളും മാറി സമാധാനത്തിൻ്റെ പുതിയ ജീവിതം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.